ഹായ് ഡിയർ സുഗമോദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാധവനാണെങ്കിൽ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അതുകൊണ്ട് മാധവൻ്റെ അസുഖങ്ങളൊന്നും വലുതായിട്ട് ഭേദമാകാത്തത് കൊണ്ട് തന്നെ അവിടെ തന്നെയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദേവിക്കാണെങ്കിൽ ഒരു ഭാഗത്ത് തൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ടും മറുഭാഗത്ത് തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ കണ്ടിട്ടും വളരെയധികം തന്നെ സങ്കടത്തിലാണ് നമ്മുടെ ദേവികയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ മാധവനാണെങ്കിൽ നമ്മുടെ ദേവിയെ കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവികയോട് നമ്മുടെ മാധവനായിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പൊന്നുമോള് അതിൻ്റേതായ രീതിയിൽ എടുക്കണം. എന്തായാലും അച്ഛൻ ഇനി അത്ര കാലമൊന്നും ജീവിച്ചിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നീ അവനുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കി അവൻ്റെ വീട്ടിലോട്ട് പോകണം. ഇങ്ങനെ എൻ്റെ മകൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ അച്ഛന് അത് കൂടുതലായിട്ട് വിഷമമാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നിൻ്റെ താഴെ ഒരു അനിയത്തിയും കൂടെ ഉണ്ട്, ശാരിക. അവളുടെ കാര്യം കൂടെ ഈ അച്ഛനെ നോക്കണ്ടേ. എൻ്റെ പൊന്നുമോളോട് ഇത്രയും കാലമായിട്ട് അച്ഛൻ ഒന്നും തന്നെ എതിർത്ത് സംസാരിക്കുകയോ മോളുടെ ഒരു കാര്യത്തിലും അച്ഛൻ ഒന്നും തന്നെ ഇടപെടാനോ വന്നിട്ടില്ല. പക്ഷെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അച്ഛന് ഇടപെട്ടേ മതിയാവുള്ളൂ. അപ്പോൾ ശാരികയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, അച്ഛൻ എന്തേ പറയുന്നത്, ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ചേച്ചി എന്തിനാ അച്ഛൻ ഇങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ശാരിക എടുത്ത് അച്ഛൻ പറയുന്നുണ്ട്, നിനക്കൊന്നും അറിയില്ല. കാരണം നീ ചെറിയ കുട്ടിയാണ്. നീ വലുതാകുമ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഒരമ്മയൊക്കെ ആകുമ്പോൾ നിനക്ക് ആ വേദന മനസ്സിലാവും, എൻ്റെ ഈ വേദന. എന്തായാലും ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറയാണ്, നന്ദൻ നല്ലൊരാളാണ്. അതെനിക്ക് നല്ല പൂർണ്ണ ബോധ്യമായതുകൊണ്ട് തന്നെയാണ് എൻ്റെ മകളെ അവന് ഞാൻ കൈപിടിച്ച് ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തത്. അല്ലാതെ വെറും ഒരാളായിരുന്നെങ്കിൽ അവനൊരു നീ പറയുന്ന പോലെ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ദേവികെ, നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. നീ കണ്ട കാര്യങ്ങൾ സത്യമാവാം, പക്ഷെങ്കിൽ ഒരാളെ തെറ്റുകാരനാക്കുന്ന സാഹചര്യം അത് നമ്മൾ ഓർക്കാറില്ല. പക്ഷെങ്കിൽ നീ അത് ഓർക്കണം ദേവികെ. അതിനുണ്ടായ കാരണങ്ങളും എനിക്ക് തോന്നുന്നു നന്ദൻ എന്തോ വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്നാണ്. അതുകൊണ്ട് നീ എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. നിനക്ക് അവിടെ തീരെ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരാം. പക്ഷേങ്കിൽ നന്ദൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്നോ, നന്ദൻ ഒരാളെ നിന്നെ മറന്ന് എന്തെങ്കിലും സ്നേഹിക്കുമെന്നോ കൂടെ നിൽപ്പിക്കുമെന്നൊന്നും എനിക്ക് ഈ അച്ഛനായ എനിക്ക് തോന്നിയില്ല മോളെ. അതുകൊണ്ട് നീ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ആലോചിച്ച് തന്നെ തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശാരികയാണ് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പലതും പറയും ചേച്ചി, അതൊന്നും ചേച്ചി കാര്യമാക്കണ്ട. ചേച്ചിക്ക് നന്ദേട്ടനെ ഇഷ്ടമല്ലെങ്കിലും ചേച്ചിക്ക് ആ ജീവിതത്തിനോട് താല്പര്യമില്ലെങ്കിൽ ചേച്ചി അങ്ങോട്ടേക്ക് പോകാനൊന്നും പോകണ്ടെന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. അപ്പോൾ ദേവികാണ് പറയുന്നുണ്ട്, നീ പറയുന്നതിൽ കാര്യമുണ്ട്, പക്ഷേ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. ഒരുപാട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അതിലെൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. എന്തായാലും ഞാൻ മാറിക്കൊടുത്ത ആ സ്ഥാനത്തോട്ട് നമ്മുടെ ഇസബെല്ല എന്തായാലും വരുന്നതായിരിക്കും. കാരണം അവൾക്ക് നന്ദിനിയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ മാറാൻ വേണ്ടി അവൾ എന്ത് കളി വേണമെങ്കിലും കളിക്കും. എനിക്ക് തോന്നുന്നത് നന്ദുവിനെ അവൾ മനഃപൂർവ്വം കൊടുക്കുകയാണെന്നാണ്. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും മറന്നതിന് ശേഷം മാത്രമേ ഇനിയൊരു തീരുമാനം ഞാൻ എടുക്കുന്നുള്ളൂ എന്നൊക്കെ ശാരിക എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ദേവികയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നന്ദനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്. ഇപ്പോഴും നന്ദന് ദേവിയെ പറ്റിയുള്ള ഓർമ്മകളും കാര്യങ്ങളൊന്നും മറക്കാനോ അതൊന്നും ഓർമ്മിക്കാതിരിക്കാനോ കഴിഞ്ഞിട്ടില്ല. നന്ദൻ എപ്പോഴും വിചാരിക്കുന്നത് ദേവിയെ പറ്റി തന്നെയാണ്. ദേവിയെ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ പോയത്. അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിന് അവൾ എന്നോട് ഇത്രത്തോളം പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളുടെ കാലും പിടിച്ച് എത്ര വേണമെങ്കിലും ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. എന്നാലും അവൾ എന്നോട് ക്ഷമിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് സ്വയം ഇരുന്ന് കരയുന്നുണ്ട് നമ്മുടെ നന്ദനാണെങ്കിലും. ആ സമയത്ത് നമ്മുടെ ദേവികയാണെങ്കിൽ നന്ദനെ പറ്റിയുള്ള കുറേ ഓർമ്മകൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. നന്ദനുമായിട്ടുള്ള പുതിയ പുതിയ സന്തോഷമുള്ള ജീവിതകാലങ്ങളും പിന്നെ കുഞ്ഞിന് വേണമെന്നൊക്കെ അവർ ആഗ്രഹിച്ച നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ദേവികയും നന്ദനാണെങ്കിൽ ഒരേ സമയം തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദേവിക്കാണെങ്കിൽ നന്ദൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് താമസിക്കണമെന്നും കൂടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ നന്ദൻ ചെയ്ത ആ ഒരു കാര്യം കൊണ്ട് തന്നെ ദേവിക്ക് ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് തന്നെ നന്ദനോടുള്ള ഈ ഒരു ഇത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ദേവിക അങ്ങനെ നിൽക്കുന്നത് തന്നെ. പക്ഷേങ്കിൽ നന്ദനാണെങ്കിൽ ദേവിയെ ഇല്ലാതെ കഴിയുകയില്ല, ദേവിക്കാണെങ്കിൽ നന്ദനില്ലാതെ ജീവിക്കാനും കഴിയില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ ഇപ്പം തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എത്ര നേരം മോനെ ആഹാരം കഴിക്കാതിരിക്കുക, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അമ്മയച്ഛനും കൂടെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്നൊക്കെ പ്രഭാവതി ആണെങ്കിൽ പറയുന്നുണ്ട് നന്ദനോടായിട്ടാണെങ്കിൽ. അങ്ങനെ പ്രഭാവതി ആണെങ്കിലും അങ്ങനെ വേണ്ട ആഹാരങ്ങളൊക്കെ എടുത്ത് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അമ്മേ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ദേവിയുടെ കൂടെ മാത്രമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഈശ്വരൻ എന്നോടിങ്ങനെ
എന്തായാലും ഒരു തെറ്റ് ചെയ്യുമ്പോഴെങ്കിലും എന്നെ തിരുത്താനെങ്കിലും ഈശ്വരന് പോലും തോന്നിയില്ലല്ലോ അമ്മേ. എൻ്റെ ജീവിതം എന്താ ഇപ്പോൾ ഈ അവസ്ഥയിൽ പോകുന്നത്, സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ നന്ദനാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇസബെല്ല ആണെങ്കിൽ പ്രഭാവതിയുടെ ഫോണിൽ വിളിക്കുന്നുണ്ട്. നന്ദനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇസബെല്ലയ്ക്കാണെങ്കിൽ ഭയങ്കര ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ നന്ദനും ദേവിയും ഒന്നിച്ചോ എന്നൊക്കെ ഇസബെല്ല ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രഭാവതിയെ വിളിച്ചിട്ട് ഇസബെല്ല പറയുന്നുണ്ട്, നന്ദനെ ഒന്ന് ഫോൺ കൊടുക്കുമോ, നന്ദനെ ഞാൻ ഒരുപാട് ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്, നന്ദനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്, അവൻ്റെ അവസ്ഥ ഇപ്പം മോൾക്ക് നല്ലപോലെ അറിയാമല്ലോ, അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഞാൻ എന്തായാലും നന്ദന് ഫോൺ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദനുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇസബെല്ല ആണെങ്കിൽ. അങ്ങനെ നന്ദൻ സംസാരിക്കുന്ന സമയത്ത് ഇസബെല്ല ആണെങ്കിൽ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഇസബെല്ലയുടെ കോളാണെങ്കിൽ കട്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസബെല്ല കെവിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദനാണെങ്കിൽ കേൾക്കാനാണെങ്കിൽ ഇടവരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.